കയറ്റുമതി തീരുവ 50% ഉയർത്തിയ നടപടി യുഎസിനെ തീരുവ കൊണ്ട് തന്നെ തിരിച്ചടിച്ച് ഇന്ത്യ. ഇന്ത്യയിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്തിരുന്ന പയറുവർഗ്ഗങ്ങൾക്കും പരിപ്പ് വർഗ്ഗങ്ങൾക്കും 30% തീരുവയാണ് ഇന്ത്യ ചുമത്തിയിരിക്കുന്നത്. ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഈ തീരുവ നിലവിലുണ്ട്. എന്നിരുന്നാലും ഇത് പൊതുവായി പ്രഖ്യാപിക്കാതെയാണ് നടപ്പിലാക്കിയത്. കേന്ദ്ര സർക്കാർ ഈ നടപടിക്ക് കാര്യമായ പ്രചാരണം നൽകിയില്ല. 2 US സെനറ്റുമാർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയ വിവരം പുറത്തു വന്നതോടെയാണ് ഇന്ത്യ ചുമത്തിയ തീരുവ ചർച്ചയാകുന്നത്. ഇന്ത്യ ചുമത്തിയ വൻ തീരുവയിൽ കർഷകർക്കും കച്ചവടക്കാർക്കും കടുത്ത പ്രതിസന്ധിയിലാണെന്നും കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് ട്രംപിനോട് സെനറ്റുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോർത്ത് ഡക്കോട്ട, മൊണ്ടാന എന്നിവിടങ്ങളിലെ സെനറ്റുമാരായ കെവിൻ കർമാർ, സ്റ്റീവ് ഡയാനിസ് എന്നിവരാണ് ട്രംപിന് കത്തയച്ചത്. തീരുവ കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേൽ പ്രസിഡന്റ് ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും സെനറ്റുമാർ ആവശ്യപ്പെട്ടു. ഈ കത്ത് പുറത്തു വന്നതോടെയാണ് ഇന്ത്യ തീരുവ കൂട്ടിയ വിവരം വലിയ ചർച്ചയായത്. തീരുവ കുറയ്ക്കാനും ഇന്ത്യൻ വിപണിയിലേക്ക് US ഉൽപ്പന്നങ്ങളുടെ പ്രവേശനം സുഖകരമാക്കാനും ട്രംപ് ഇടപെടണമെന്ന് സെനറ്റുമാർ ആവശ്യപ്പെട്ടു. ഇന്ത്യയുമായി വ്യാപാര കരാർ ഉറപ്പിക്കും മുമ്പ് ട്രംപ് ഇടപെടണമെന്നാണ് ആവശ്യം. 2025 ഒക്ടോബർ 30 അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മഞ്ഞക്കടലയ്ക്ക് 30% തീരുവ ഏർപ്പെടുത്തിയതെന്നും ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. ഈ തീരുവ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. അന്യായമായ തീരുവകൾ കാരണം അമേരിക്കൻ പരിപ്പ് വർഗ്ഗ ഉൽപ്പാദകർ ഇന്ത്യയിലേക്ക് ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ കാര്യമായ ദോഷം നേരിടുന്നു. നോർത്ത് ഡക്കോട്ട, മൊണ്ടാന തുടങ്ങിയ കാർഷിക സംസ്ഥാനങ്ങൾക്ക് ഇതൊരു പ്രധാന വിഷയമാണ്. ഈ സംസ്ഥാനങ്ങളിൽ അമേരിക്കയിലെ പ്രധാന കടല, പരിപ്പ് വർഗ്ഗ ഉൽപ്പാദകർ. അതേസമയം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരിപ്പ് വർഗ്ഗ ഉൽപ്പാദാവ്. ലോകത്തിലെ മൊത്തം ഉപഭോക്താവിന്റെ ഏകദേശം 27% വരും ഇത്. ഇന്ത്യയിൽ ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന പരിപ്പ് വർഗ്ഗങ്ങൾ പയർ, കടല, ഉണങ്ങിയ ബീൻസ് എന്നിവയാണ്. എന്നിട്ടും അമേരിക്കൻ പരിപ്പ് വർഗ്ഗങ്ങൾക്ക് വലിയ തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നു. ട്രംപ് മന്ത്രിസഭ ആദ്യമായി ഭരണത്തെത്തിയപ്പോൾ ഇവയ്ക്ക് നികുതി ചുമത്തുന്ന വിഷയം സംബന്ധിച്ച് തങ്ങൾ എഴുതിയിരുന്നതായി സെനറ്റുമാർ സൂചിപ്പിച്ചു. അന്ന് 2020 വ്യാപാര ചർച്ചയ്ക്കിടെ ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് കത്ത് കൈമാറിയിരുന്നു. ഇത് ഉത്പാദകർക്ക് വിഷയത്തിൽ ചെയ്യാനുള്ള അവസരം നൽകി. പയറുവർഗ്ഗങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമാകും. ഒരു വശത്ത് അമേരിക്കൻ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിപണി ലഭിക്കും. മറുവശത്ത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ പയറുവർഗ്ഗങ്ങൾ ലഭ്യമാകും. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തും. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച് പ്രഖ്യാപനം അനിശ്ചിതമായി നീളുന്നതിനിടെയാണ് ഇന്ത്യ നികുതി 30% ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കാനും സ്വന്തം വ്യാപാര സ്വയംഭരണാധികാരം ഉറപ്പിക്കാനുമുള്ള വ്യക്തമായ സൂചനയായിട്ടാണ് നയതന്ത്രജ്ഞർ ഈ നീക്കത്തെ കാണുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വരാനിരിക്കുന്ന വ്യാപാര കരാർ ചർച്ചകളിൽ ഈ വിഷയം പ്രധാനമാകാൻ സാധ്യതയുണ്ട്. ഒരു രാജ്യങ്ങളിലെയും കർഷകരും വ്യാപാരികളും ട്രംപ് ഭരണകൂടം ഈ ആവശ്യം സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കുമെന്നും ഇന്ത്യൻ സർക്കാർ ഈ തീരുവകളിൽ എന്തെങ്കിലും ഇളവ് നൽകുമോ എന്നും ഉറ്റുനോക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ US പ്രസിഡന്റിന്റെ തീരുമാനം ബാധിച്ചത് രാജ്യത്തെ കയറ്റുമതി മേഖലയിൽ മാത്രമല്ല, ഈ മേഖലയിലെ ആശ്രയിച്ചു കഴിയുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും പ്രതിസന്ധി സാരമായി ബാധിച്ചതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം വിലയിരുത്തലുകളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ രാജ്യത്ത് വ്യവസായ ഹബ്ബുകളിലൊന്നായ ഗുജറാത്തിൽ നിന്ന് പുറത്തുവരുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞുപോയത് ഗുജറാത്തിലാണെന്ന് പാർലമെന്റ് കണക്കുകൾ പറയുന്നു. ഇതിനു പിന്നിൽ ട്രംപിന്റെ 50% താരിഫും വലിയ പങ്കുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിശദീകരിക്കുന്നത്. 2025-26 അധ്യയന വർഷത്തിൽ ഗുജറാത്തിലെ സ്കൂളിൽ നിന്ന് പുറത്തായത് 2.49 ലക്ഷം കുട്ടികളാണെന്ന് പാർലമെന്റ് രേഖകൾ പറയുന്നു. തൊട്ടു മുൻ വർഷത്തിൽ 54,541 കുട്ടികളായിരുന്നു കൊഴിഞ്ഞുപോയത്. ഒരു വർഷത്തിനുള്ളിൽ 341% വർധന. ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്ന് അറിയപ്പെടുന്ന സൂറത്തിലെ 24 മുനിസിപ്പൽ സ്കൂളുകളിൽ നിന്ന് മാത്രം 600-ലധികം കുട്ടികൾ പഠനം നിർത്തി. സ്വകാര്യ സ്കൂളുകളിലെ കണക്കെടുത്താൽ ഇത് ഇനിയും വർദ്ധിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ 25% തീരുവ ചുമത്താൻ ട്രംപ് തീരുമാനിച്ചത്. ഓഗസ്റ്റിൽ റഷ്യൻ എണ്ണ വാങ്ങൽ ചൂണ്ടിക്കാട്ടി തീരുവ 50% ഇതോടെ കോടിക്കണക്കിന് രൂപയുടെ കയറ്റുമതിയാണ് തടസ്സപ്പെട്ടത്. കയറ്റുമതി കേന്ദ്രീകൃതമായ പല മേഖലകളിലും പ്രതിസന്ധി ബാധിച്ചു. ഇതിലൊന്നാണ് ഗുജറാത്തിലെ സൂറത്ത് കേന്ദ്രമായ വജ്ര കയറ്റുമതി. ഇന്ത്യൻ പോളിഷ് വജ്രങ്ങളുടെ 40% കയറ്റുമതി ചെയ്യുന്നത് US-ലേക്കാണെന്നത് പ്രതിസന്ധി രൂക്ഷമാക്കി. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1.19 ലക്ഷം കോടി രൂപയുടെ വജ്രങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. ഇതിൽ 43,400 കോടി രൂപയുടെയും US-ലേക്കായിരുന്നു. ഇതോടെ പല ചെറുകിട വജ്ര വ്യവസായങ്ങളും ആയിരക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിട്ടു. മറ്റു ചിലർ തൊഴിലാളികളെ നിലനിർത്തിയെങ്കിലും ശമ്പളം കുത്തനെ വെട്ടിക്കുറച്ചു. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെയും ബാധിച്ചെന്നാണ് വിലയിരുത്തൽ. സ്കൂൾ ഫീസ് കൊടുക്കാൻ രക്ഷിതാക്കളുടെ ശമ്പളം തികയാതെ വന്നതിന്റെ പേരിൽ പല കുട്ടികളും പഠനം നിർത്തുകയെന്നാണ് വിദഗ്ധർ സംശയിക്കുന്നത്. ട്രംപിന്റെ താരിഫ് നടപ്പിലാക്കിയ 2025 രണ്ടാം പകുതിയിലാണ് ഈ കൊഴിഞ്ഞു പോക്കുന്നതും സംശയം ഇരട്ടിപ്പിച്ചു.
പല കുട്ടികളെയും സ്വകാര്യ സ്കൂളിൽ നിന്ന് സർക്കാർ വിദ്യാലയത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാകുമെന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. കോടികളുടെ വജ്രങ്ങൾ കയറ്റുമതി ചെയ്തിരുന്ന മേഖലയിൽ പ്രതിസന്ധി കനത്തതോടെ സംസ്ഥാന സർക്കാർ ചില സാമ്പത്തിക സഹായങ്ങളും പ്രഖ്യാപിച്ചു. തൊഴിൽ നഷ്ടമായവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി 13,500 രൂപ വീതം സർക്കാർ നൽകിയത്. ഏതാണ്ട് 1,00,000 പേർക്കോളം ഈ സഹായം ലഭിച്ചു. എന്നാൽ 1,00,000-ഓളം പേർക്ക് തൊഴിൽ നഷ്ടമായെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ സഹായ പദ്ധതി അടുത്ത വർഷത്തിലേക്ക് കൂടി നീട്ടണമെന്നും തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.